സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീട് കണ്ടിട്ടുണ്ടാവില്ല, എങ്കിലും ഞാൻ ഗപ്പീസിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ വന്ന ചെറിയ ചെറിയ വിശേഷങ്ങളാണ് നമ്മുടെ വ്ളോഗായിട്ട് ഇടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട്. നമ്മുടെ ടർട്ടിൽ വൈൻ ഈ വീട്ടിൽ എവിടെയൊക്കെ ചെടിയൊക്കെ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് പറ, ഇതിനെപ്പറ്റി പറ. ഇതെൻ്റെ അനിയത്തി ഷിഫ് ചെയ്തതാണ്. എന്നോട് പ്രത്യേകം പറഞ്ഞു അത് പറയണമെന്ന്. അതുകൊണ്ട് അവൾ ചെയ്തിട്ട് ഡെക്കറേഷനാണ്. എങ്ങനെയുണ്ട്? അതെങ്ങനെ എന്തിനാ ചെയ്തതെന്ന് പറ. ഇതൊരു കിളിക്കൂടിൻ്റെ, ഞങ്ങൾക്ക് നേരത്തെ ഒരു തത്ത ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടാണിത്. അതിലാണ് ഇവൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും എന്നെക്കൊണ്ട് ഞാനങ്ങ് തോറ്റു. അവളെന്നോട് പ്രത്യേകം പറയാൻ പറയുവാണ്. നല്ല രസമുണ്ട് കാണാനൊക്കെ. ഇതൊക്കെ ഉമ്മ പുതിയതായിട്ട് വെച്ച ചെടികളാണ്. അതൊന്നും കുറേ വളർന്നിട്ടൊന്നുമില്ല. ഇതൊക്കെ മുറ്റത്തുനിന്ന് ഇപ്പോൾ പെരയ്ക്കകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഈ തൂണിനെ പറ്റി പറ. തൂണിനെ പറ്റി ഇതെന്റെ വാപ്പി പ്രത്യേകം ഡിസൈൻ ചെയ്തതാണ്. ഈ വീടിന് എന്റെ പ്രായമുണ്ട് കേട്ടോ. ഒരു എത്ര വർഷമായ ഡിസൈനാന്ന് പറ. അല്ല, ഇത് അത് പറഞ്ഞായിരുന്നെങ്കിൽ വീടിന്റെ വയസ്സ് പറയായിരുന്നു, തൂണിന്റെ വയസ്സ് പറയായിരുന്നു. വേണമെങ്കിൽ ഈ വീട്ടിലെ ഒരു ഏറ്റവും വലിയ വൃത്തികേട് കാണിച്ചു തരാം. ഇതാണ് ഷബ്ന ഹൗസ്. എനിക്ക് വലിയ ഐശ്വര്യം. പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞേ. ഈ വീടാണ് എൻ്റെ ഈ പേരാണ് എൻ്റെ വീടിൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യം. അതാണോന്ന് ഞങ്ങൾ ഇങ്ങനെ മാറ്റാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താണെന്ന് അറിയത്തില്ല, ഒരു പ്രത്യേകത. അത് മാത്രമാണ് ഇത് ഇവിടുത്തെ സൗന്ദര്യം എന്നാണ് ഞാൻ കരുതുന്നത്. അത് സ്വന്തമായിട്ട് കരുതാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇവിടെ മുട്ടത്തോടിൽ എന്തൊക്കെ പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇതൊക്കെ പണ്ടത് നമ്മുടെ കണ്ണാടി ചെടിയാണ്. ഇപ്പം അതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയി. സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴും ഇതൊക്കെ കാണും. എൻ്റെ ഉമ്മയെ കൊണ്ട് ഞാൻ അങ്ങ് തോറ്റ്. എന്തൊരു കഴിവാന്ന് നോക്ക്. എല്ലാത്തിനും. ഇതെന്ത് ചെടിയെത്തി? നമ്മളുടെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഷെയ്ഡാക്കി വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞു മരമായിരുന്നു. അതിപ്പോൾ ദേ വലിയതായിട്ടുണ്ട്. ഇതിനകത്ത് പീറാപ്പിളിൻ്റെ ഇതായിരുന്നു, പക്ഷെ അത് വലിയ സൈസിൽ ഇവിടെ കിളിച്ചിട്ടില്ല. കാണിച്ചു തരാം. കണ്ടോ? ഇത് നമ്മുടെ ലൗലോളിക്ക. നമ്മുടെ ഇവിടെ ഡബിളോളിക്ക. കുറേ ഉണ്ടായിരുന്നു. എല്ലാം പിച്ചി അച്ചാറിട്ട്. നല്ല സൂപ്പർ റെഡ് കളറൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഇത് റെഡ് കളറായിട്ടുണ്ടല്ലോ, ബ്ലാക്ക് കളറായി. അടുത്ത പൂക്കുന്നുണ്ട്. ഇത് ഉമ്മയുടെ പെപ്പർ പ്ലാന്റ്. കണ്ടോ, മാവൊക്കെ പൂത്തുപ്പുണ്ട്. പേരെന്നാ? കൊള്ളത്തില്ല. പേരെന്നാ?
ഷാംബ്രോ. ഞാൻ മാസ്റ്ററാണ് കേട്ടോ. നമ്മൾ ഒരു കളി കളിക്കാം. അങ്ങോട്ട് പോകൂ. ആ ഉള്ളിരിയൂ. നമ്മളിന്ന് കപ്സ ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. പണ്ട് മുതലേ എനിക്ക് കുക്കിംഗ് ഇഷ്ടമായിരുന്നു. പണ്ട് മുതലേ അതൊക്കെ എപ്പോഴും സുന്ദരിയായതാണ്. നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് നോക്കട്ടെ. കിടപ്പില്ല. അതൊന്നും സംസാരിച്ചോണ്ട് നിൽക്കേണ്ടത്. ഇപ്പം ഞാൻ ടൊമാറ്റോ അതിങ്ങനെ അരച്ച് വെച്ചേക്കുമല്ലോ. വേറെ വെച്ചു. ചോദിക്കട്ടെ എന്തെടുക്കുമായിരുന്നു? പാൻ്റൊക്കെ എവിടെ? ഒന്ന് പാട്ട് പഠിക്കും. ഒരു പാട്ട് പഠിക്കും. ആ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ആ പറയാന്നെങ്കിൽ ഒരു പാട്ട് പാടാം. മുട്ടായും ബലൂണും ഞാഞ്ഞാക്ക് തരുമോ? ആ ബെയ്യും പാച്ചൂട്ടന്. ഓക്കെ മുട്ടായി ഞാഞ്ഞാക്ക് തരുമോ? കൊക്കോ ഇത് ബാക്കി ഞാൻ ചെയ്യണോ? അല്ല ഞാൻ ചെയ്യാം. വേണമെന്നില്ല. അത് ഇത് നിർബന്ധിക്കാമെങ്കിൽ എന്തുണ്ട്? മമ്മൂട്ട വീഴരുത്. എന്തോ കാണിക്കുന്നത്. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നമ്മൾ വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പോൾ നമ്മൾ കപ്സ മസാല ഇട്ടു. ഇതിനകത്തേക്ക് ഇനി നമുക്ക് ഇടേണ്ടത് കുറച്ച് ഗരം മസാല.
പാച്ചുട്ടാ 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 നമ്മൾ കത്തി വെച്ച് ഇത് കട്ട് ചെയ്യണം. ആ ആ എന്തിനു വേണ്ടി കട്ട് ചെയ്യുന്നത്? ചിക്കൻ കറിയാണോ? ശരിയാ ശരിയാ. നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരിയിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിൻ്റെ പ്രശ്നമുണ്ട്. അത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൊച്ചി പോകണമെന്നോ? ഇനി നമുക്കത് കുക്ക് ചെയ്തിട്ട് അനുസരിച്ച് കുക്ക് ചെയ്യാം. അല്ലാതെ കുറച്ച് നമ്മൾ ചെയ്തതിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ നമ്മളുടെ കുക്കർ ഷബിന താജ്. നിഷില്ല, ഷബ് മാത്രമേ ഉള്ളൂ. നിഷ് വരും. അപ്പം അത് ക്ലീൻ ചെയ്യും. ക്ലീനർ ഇവിടെ വന്ന് ഫുൾ ക്ലീൻ ചെയ്ത് അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. ആരുടെയൊക്കെയാ പറഞ്ഞേ? ആ അന്ന് അമ്മയാ കറക്റ്റാ. ഞാൻ ഡ്രസ് എടുക്കാൻ വന്നതാണെങ്കിലും എന്റെ യാതൊരു പണിയും ചെയ്യാത്തൊരു കുഴി മടിച്ച് ഇവിടെ ഉള്ളത് ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ വന്നിരിക്കുകയാണ്. മര്യാദക്ക് അങ്ങോട്ട് പണിയെടുക്കും. നാളെ ഒന്ന് കാണിച്ചേക്കണടി. ഞങ്ങൾക്കൊരു ബ്രദറുണ്ട്, ഞങ്ങളുടെ സ്വന്തം കുഞ്ഞാങ്ങള. നമുക്കിപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. കേട്ടോ, നമ്മുടെ കപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇറക്കുമായോണ്ട് കണ്ട. അപ്പോൾ ഇത് ഏതാണ്ട് ഇവിടെ ചെയ്യുമായിരുന്നു. എന്താ ചെയ്യാൻ? ഇവിടെ തൂമ്പുണ്ടാക്കാൻ പോവാ. ഇത് മറ്റേ ചട്നി ഇല്ലേ, ടൊമാറ്റോ ചട്നി, അത് കപ്സയുടെ കൂടെ കിട്ടുന്ന ചട്നി. ഒരു പ്രത്യേകതയുണ്ട്. മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പം കരച്ചിൽ വരും. മമ്മൂട്ടാ ഒന്ന് കരഞ്ഞു കാണിച്ച് കാണിക്ക്, കരഞ്ഞു കാണിക്ക്, കരഞ്ഞു കാണിക്കൊന്ന്. താത്തു ചെല്ലു താത്തു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അതെ, രണ്ടുപേരും കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചു നേരം അകത്തൊക്കെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തു. എന്നിട്ടിതാ അങ്ങനെ നല്ല ചൂട് സുലൈമാനി അല്ലേ, നല്ല പുതിനയിലേക്ക് ഇട്ടത്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റിയ ഒരു ചെറിയ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ സങ്കടങ്ങളുണ്ടാകും അല്ലേ. അപ്പോൾ നമ്മുടെ ഹാപ്പിനെസ് എങ്ങനെയാണ് മറ്റുള്ളവർ കണ്ടെത്താതെ നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ
ചെയ്യാൻ ശ്രമിക്കാം, നമ്മളെ സ്നേഹിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാവും. അങ്ങനെ എൻജോയ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയിരുന്നില്ല, നല്ല പനിയായിരുന്നു. അപ്പം ഇനി ആവിയൊക്കെ തിളപ്പിച്ച് തന്നു, അങ്ങനെയൊക്കെയാണ് കുറച്ച് റിലാക്സ് ആയത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.